തുടരുന്നു. മലപ്പുറം താനൂരിൽ മാതാവ് കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തി. ബക്കറ്റിൽ വെള്ളം നിറച്ച ശേഷം കുഞ്ഞിനെ മുക്കി കൊലപ്പെടുത്തുകയായിരുന്നു എന്ന് പ്രതി ജുമൈലത്ത് പോലീസിന് മൊഴി നൽകി. യുവതിയെ സംഭവസ്ഥലത്തെത്തിച്ചാണ് മൃതദേഹം പുറത്തെടുത്തത്. ഫോറൻസിക് സംഘം സ്ഥലത്ത് പരിശോധന നടത്തുന്നു. സമീർ ബിൻ കരീം മലപ്പുറത്തുനിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. സമീർ, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു കൊടും ക്രൂരത ഈ മാതാവ് ചെയ്തത് എന്നാണ് മൊഴിയിൽ നിന്നറിയുന്നത്? മായി ജുമൈലത്ത് ഭർത്താവുമായി അകന്ന് കഴിയുകയായിരുന്നു. അതിനിടയിലാണ് ഈ ഒരു കുഞ്ഞുണ്ടാകുന്നത്. ഇതേ തുടർന്ന് മാനഹാനി ഭയന്നാണ് ഈ കുട്ടിയെ കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ് ഈ പോലീസിന് ഈ ജുമൈലത്ത് മൊഴി നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. ബക്കറ്റിൽ വെള്ളം നിറച്ച ശേഷം കുട്ടിയെ മുക്കിക്കൊല്ലുകയായിരുന്നു എന്നുള്ളതാണ് ഈ കുഞ്ഞിന്റെ മാതാവായിട്ടുള്ള ജുമൈലത്ത് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ 26-ാം തീയതിയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഈ ജുമൈലത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് പ്രസവം നടക്കുന്നു. തുടർന്ന് ഈ താന്നൂർ ഒട്ടമ്പുറത്തെ വീട്ടിലേക്ക് വരുന്നു. തുടർന്ന് രാത്രിയിൽ ആരും കാണാത്ത സമയത്താണ് ഈ കുഞ്ഞിനെ മുക്കി കൊലപ്പെടുത്തി വീടിന്റെ സമീപം തന്നെ കുഴിയെടുത്ത് അതിൽ കുഴിച്ചു മൂടുന്ന ഒരു ഘട്ടം ഉണ്ടായത്. തുടർന്ന് കഴിഞ്ഞ ദിവസം പോലീസിന് രഹസ്യ വിവരം ലഭിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉള്ളതായി പോലീസ് സ്ഥിരീകരിക്കുന്നത്. ഉടൻ തന്നെ പോലീസ് ഇവരെ പിടികൂടുകയും പിന്നീട് അറസ്റ്റ് ചെയ്യുകയുമാണ് ഉണ്ടായത്. നിലവിൽ ഇവർക്കെതിരെ കൊലക്കുറ്റത്തിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഈ സ്ഥലത്ത് ഫോറൻസിക് സംഘവും എല്ലാം തന്നെ നിലവിൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വേണു, സമീർ, ഈ സംഭവത്തിൽ മറ്റാർക്കെങ്കിലും ബന്ധമുള്ളതായി പോലീസ് സംശയിക്കുന്നുണ്ടോ? നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ജുമൈലത്ത് മാത്രമാണ് അറസ്റ്റിലായിരിക്കുന്നത്. മറ്റാരുടെയെങ്കിലും സഹായം ഇവർക്ക് ലഭ്യമായിട്ടുണ്ടോ? അതോടൊപ്പം തന്നെ സ്വാഭാവികമായും മറ്റുള്ള ബന്ധവും പോലീസ് സംശയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ അറസ്റ്റും ഈ കേസിൽ ഉണ്ടാകുമെന്നുള്ളതാണ് പോലീസ് നമുക്ക് നൽകുന്ന ഒരു സൂചന. ഏതായാലും വീട്ടുകാർക്ക് സംഭവമായി ഈ ബന്ധമുണ്ട് എന്നുള്ള കാര്യത്തിൽ പോലീസിന് ഇതുവരെ സ്ഥിരീകരിക്കാനായിട്ടില്ല. കാരണം രാത്രിയിൽ ആരും കാണാത്ത സമയത്ത് കൂടിയാണ് ഈ ഒരു സംഭവം നടക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഏതായാലും നിലവിൽ പോലീസ് സംഭവ സ്ഥലത്ത് പരിശോധന നടത്തുകയാണ്. അതോടൊപ്പം തന്നെ താനൂർ പോലീസിന്റെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും എത്തിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. വേണു, ശരി. സമീർ ബിൻ കരീമാണ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകി.